ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മിറായ് സിനിമയെക്കുറിച്ച് വിശദീകരിക്കാൻ പോകുകയാണ്. സിനിമ വളരെ നന്നായിരുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി എല്ലാ ഭാഷകളിലെയും സിനിമകൾ ഞാൻ വിശദീകരിക്കും. ഭാവിയിൽ ഒരുപാട് നല്ല സിനിമകൾ വരുന്നുണ്ട്. അതൊന്നും മിസ്സാകാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ. ശരി, ഇനി താമസിയാതെ കഥയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ചക്രവർത്തി അശോകനെ കുറിച്ചാണ് പറയുന്നത്. അശോകൻ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന് കലിംഗ രാജ്യം കീഴടക്കുന്നു. എന്നാൽ ഇത്രയധികം പേരെ കൊന്നതിൽ അദ്ദേഹം വല്ലാതെ ദുഃഖിക്കുന്നു. താൻ ജയിച്ചതാണോ അതോ തോറ്റതാണോ എന്നറിയാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കും അദ്ദേഹം. വാസ്തവത്തിൽ അശോകൻ രഹസ്യമായി ഒരു ദിവ്യശക്തി സ്വന്തമാക്കിയിരുന്നു. ആ ശക്തി തന്നിലുള്ളതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചതെന്നോർത്ത് അദ്ദേഹം വല്ലാതെ സങ്കടപ്പെടുന്നു. അതുകൊണ്ട് തന്റെ ശരീരത്തിലുള്ള ദിവ്യശക്തി കാരണം ഇനി ആർക്കും അപകടം സംഭവിക്കാതിരിക്കാൻ ആ ദിവ്യശക്തിയെ 9 ഗ്രന്ഥങ്ങളിലേക്ക് മാറ്റുന്നു. ആ 9 ഗ്രന്ഥങ്ങളിൽ ഒരെണ്ണം വളരെ പ്രത്യേകതയുള്ളതാണ്. 8 ഗ്രന്ഥങ്ങൾ 8 യോദ്ധാക്കൾക്ക് നൽകുന്നു. എന്നാൽ 9ാമത്തെ ഗ്രന്ഥം ഒരു മഹർഷിക്കാണ് നൽകുന്നത്. കാരണം ആ 9ാമത്തെ ഗ്രന്ഥത്തിൽ അമൃതുണ്ട്. അതുകൊണ്ടാണ് ഭാവിയെ കാണാൻ കഴിവുള്ള മഹർഷിക്ക് അത് നൽകിയത്. അതുപോലെ 9 യോദ്ധാക്കളെ ലോകത്തെ സംരക്ഷിക്കാൻ നിയമിക്കുന്നു. അതായത് ജനങ്ങൾക്ക് ഒരു കഷ്ടപ്പാടും വരാതെ ആ പുസ്തകങ്ങൾ സംരക്ഷിക്കാനാണ് പറയുന്നത്. അങ്ങനെ ആ 9 യോദ്ധാക്കൾ ആ പുസ്തകങ്ങൾ സംരക്ഷിക്കുകയും അവർക്ക് ജനിക്കുന്ന കുട്ടികളെ യോദ്ധാക്കളാക്കി മാറ്റി അടുത്തതായി ആ പുസ്തകങ്ങൾ അവർക്ക് നൽകി സംരക്ഷിക്കാൻ പറയുന്നു. അതുപോലെ ആ പുസ്തകങ്ങൾക്ക് ലോകത്തെയും മരണത്തെയും പോലും ജയിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് ലോകത്തുള്ള എല്ലാവരുടെയും കണ്ണുകൾ ആ പുസ്തകങ്ങളിലേക്ക് പതിക്കുന്നു. അലക്സാണ്ടർ മുതൽ ഹിറ്റ്ലർ വരെ ഓരോരുത്തരും ആ പുസ്തകങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരുപാട് പേർ ശ്രമിച്ചിട്ടും ആർക്കും അത് സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല. കട്ട് ചെയ്ത് കാണിക്കുന്നത് ഫ്യൂച്ചറിലുള്ള അംബികയെയാണ്. അവൾക്ക് ഭാവി കാണാനുള്ള കഴിവുണ്ട്. ഒരു ദിവസം അംബിക 48 മണിക്കൂർ ധ്യാനത്തിലിരുന്ന് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് കാണുന്നു. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വിനാശത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം അവൾ വളരെ ഭയന്ന് 8 യോദ്ധാക്കളെയും തിരിച്ചു വിളിക്കുന്നു. ഇപ്പോൾ ആ 8 യോദ്ധാക്കൾ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് രഹസ്യമായി താമസിച്ച് ആ പുസ്തകങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു. അങ്ങനെ അംബികയുടെ കൈവശം 9ാമത്തെ ഗ്രന്ഥമുണ്ടായിരിക്കും. അവൾ ആ ഗ്രന്ഥം എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ആരോടും പറയില്ല. 8 യോദ്ധാക്കളെ വിളിച്ച് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന നഷ്ടത്തെക്കുറിച്ച് പറയുന്നു. പക്ഷേ അവർ അംബിക പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. എന്ത് അപകടം വന്നാലും ഞങ്ങൾ പോരാടുമെന്നും ആ ഗ്രന്ഥങ്ങൾ സംരക്ഷിക്കുമെന്നും പറഞ്ഞ് അവർ തിരിച്ചു പോകുന്നു. വാസ്തവത്തിൽ അംബിക 9 മാസം ഗർഭിണിയായിരിക്കും. അതിനാൽ പരിഹാരത്തിനായി ഹിമാലയത്തിലുള്ള അഗസ്ത്യ മുനിഷിയുടെ അടുത്ത് വളരെ കഷ്ടപ്പെട്ട് നടന്നു പോകുന്നു. യഥാർത്ഥത്തിൽ ആ മുനി 4 യുഗങ്ങളായി ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അടുത്ത് മാത്രമേ പരിഹാരം ലഭിക്കൂ എന്ന് കരുതി പോകുന്നത്. ആ മുനി അവൾക്ക് ഒരു പരിഹാരം പറഞ്ഞു തരുന്നു. ഈ കലിയുഗത്തിൽ ജനിച്ച ഒരു ശക്തിക്കും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വിനാശം തടയാൻ കഴിയില്ല. പക്ഷേ ശ്രീരാമന്റെ കൈവശമുണ്ടായിരുന്ന ഒരു ആയുധം മിറായിക്ക് മാത്രമേ സംരക്ഷിക്കാൻ കഴിയൂ എന്ന് പറയുന്നു. അതെ, ഇപ്പോൾ ആ മിറായി എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാനത് സ്വന്തമാക്കി കൊണ്ടുവരാം എന്നവൾ പറയുന്നു. ഇല്ല അംബിക, മിറായിയെ സ്വന്തമാക്കുന്നത് അത്ര എളുപ്പമല്ല. മാത്രമല്ല ഈ ജോലി നിനക്ക് ചെയ്യാൻ കഴിയില്ല. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. പക്ഷേ നീ ഒരു ത്യാഗം ചെയ്യണം. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നിന്റെ കൂടെ വളർത്താതെ ഒരു അനാഥനായി പുറത്തുവിടണം. അപ്പോൾ മാത്രമേ അവന് ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കൂ. അതുപോലെ അവൻ വളരുന്ന സാഹചര്യങ്ങൾ അവനെ ഒരു വലിയ യോദ്ധാവായി മാറ്റും. അതിനാൽ നീ പേടിക്കേണ്ട, നിന്റെ മകൻ ഒരു വലിയ യോദ്ധാവാകും എന്ന് പറയുന്നു. എന്നാൽ അംബികക്ക് വളരെ വിഷമം തോന്നുന്നു. മുനി, മിറായിയെ സമീപിക്കാൻ മറ്റു ഒരുപാട് യോദ്ധാക്കളുണ്ടല്ലോ, എന്നിട്ട് എന്തിനാണ് എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയെ തെരഞ്ഞെടുക്കുന്നത് എന്ന് അവൾ ചോദിക്കുന്നു. കാരണം നിനക്ക് മാത്രമേ ഭാവി കാണാൻ കഴിയൂ. മാത്രമല്ല നീ 8 യോദ്ധാക്കളെക്കാൾ വളരെ മികച്ചവളാണ്. അതുപോലെ ഗർഭിണിയായിരിക്കുന്ന സമയത്തും ഹിമാലയത്തിൽ വന്ന് എന്നെ കണ്ടു. നിന്നേക്കാൾ വലിയ യോദ്ധാവ് ഈ ലോകത്ത് എവിടെയുമില്ല എന്ന് പറഞ്ഞ് വയറ്റിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ അനാഥനായി ഉപേക്ഷിക്കാൻ പറയുന്നു. അവൾ കുഞ്ഞ് ജനിച്ച ശേഷം മുനി പറഞ്ഞതുപോലെ കാശിയിലേക്ക് കൊണ്ടുപോയി തന്റെ മകനെ ഒരു ശിവലിംഗത്തിന്റെ അടുത്ത് വെച്ച് ഒരു അനാഥനെ പോലെ ഉപേക്ഷിച്ചു പോകുന്നു. അതിനുശേഷം അമൃതമുള്ള 9ാമത്തെ ഗ്രന്ഥം കൊണ്ടുപോയി ഒരു രഹസ്യ സ്ഥലത്ത് വെക്കുന്നു. കട്ട് ചെയ്ത് കാണിക്കുന്നത് 24 വർഷങ്ങൾക്ക് ശേഷമുള്ളതാണ്. അംബിക മുൻപ് കണ്ടതുപോലെ തന്നെ ഇപ്പോൾ സംഭവിക്കുന്നു. അതായത് മനുഷ്യരൂപത്തിലുള്ള ഒരു അസുരൻ 9 ഗ്രന്ഥങ്ങളും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. അതിൽ 6 ഗ്രന്ഥങ്ങൾ അവൻ സ്വന്തമാക്കുന്നു. ബാക്കിയുള്ള 3 ഗ്രന്ഥങ്ങളും സ്വന്തമാക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സ്വന്തമാക്കിയ 6 ഗ്രന്ഥങ്ങളുടെ ശക്തികൾ അവൻ എടുക്കുന്നു. കട്ട് ചെയ്ത് കാണിക്കുന്നത് അടുത്ത സീനിൽ അംബികയുടെ ആശ്രമത്തിലുള്ള ഈ സിനിമയിലെ നായിക വിഭയയാണ്. അവൾ എല്ലാ ദിവസവും ധ്യാനം ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ അവൾക്ക് ആളുകളുടെ മനസ്സ് വായിക്കാൻ പ്രത്യേക കഴിവുണ്ട്. അവരുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് അവൾ മുൻകൂട്ടി മനസ്സിലാക്കുന്നു. അപ്പോൾ അവരുടെ ഗുരു വന്ന് വിഭയോട് മാന്ത്രിക ശക്തികളുള്ള ഒരാളെ കുറിച്ച് പറയുന്നു. നീ എങ്ങനെയും അംബികയ്ക്ക് ജനിച്ച മകൻ വേദയെ കണ്ടുപിടിക്കണം. അവന് മാത്രമേ 9 ഗ്രന്ഥങ്ങൾ സംരക്ഷിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് ഉടൻ പോയി കൊണ്ടുവരാൻ പറയുന്നു. വിഭ വേദയെ തേടി വാരണാസിയിലേക്ക് പോകുന്നു. അവിടെയുള്ള ഒരു പോലീസ് ഓഫീസറെ പിടിച്ച് അവന്റെ മനസ്സ് വായിച്ച് വേദ വാരണാസിയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പോയെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ വേദ പോയ എല്ലാ സ്ഥലങ്ങളിലും പോയി വേദയെക്കുറിച്ച് മനസ്സിലാക്കുന്നു. വേദ ഒരു അനാഥനായി വളർന്ന് വളരെ നല്ലവനായി മാറിയെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ വേദ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി ഒടുവിൽ
ഹൈദരാബാദിൽ സ്ഥിരതാമസമാക്കുന്നു. വിഭ വേദയെ തേടി ഹൈദരാബാദിലേക്ക് വരുന്നു. വാസ്തവത്തിൽ വേദ ഹൈദരാബാദിൽ ലഭിക്കുന്ന എല്ലാ വസ്തുക്കളും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വിൽക്കുന്നു. അങ്ങനെ ഒരു ദിവസം കഞ്ചാവും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ആരോടാണോ കഞ്ചാവ് വാങ്ങിയത് അവന് തന്നെ തിരിച്ചു വിൽക്കുന്നു. അതുകൊണ്ട് ആ ഗുണ്ടയ്ക്ക് ദേഷ്യം വന്ന് വേദയെ കെട്ടിയിടുന്നു. അതിനുശേഷം വേദ ആ ഗുണ്ടകളോട് ഫൈറ്റ് ചെയ്ത് പോലീസിന് പിടിയിലാകുന്നു. അങ്ങനെ വേദയെയും ഗുണ്ടകളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടുന്നു. ഇതെല്ലാം കണ്ട വിഭവുടൻ പോലീസ് സ്റ്റേഷനിൽ പോയി സിഐയോട് സംസാരിച്ച് അവന്റെ മനസ്സ് നിയന്ത്രിച്ച് എല്ലാവരെയും മോചിപ്പിക്കുന്നു. ഇൻസ്പെക്ടർ അവരെ വിട്ടയച്ചിട്ടും അവരെ പിന്തുടർന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവർ കഞ്ചാവ് കടത്തുകയാണെന്ന് ഇൻസ്പെക്ടർ കരുതുന്നു. അതുകൊണ്ടാണ് അവരെ പിന്തുടർന്ന് എല്ലാവരെയും ഒരേ സമയം പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിനുശേഷം വിഭ വേദയുടെ അടുത്തു പോയി അവന്റെ മനസ്സ് വായിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾക്ക് വേദയുടെ മനസ്സ് വായിക്കാൻ കഴിയുന്നില്ല. വേദ വിഭയെ നോക്കി, "ഓ പെണ്ണേ, നിനക്ക് എന്താണ് വേണ്ടത്? എന്തിനാണ് എന്നെ പിന്തുടരുന്നത്?" എന്ന് ചോദിക്കുമ്പോൾ, "നോക്കൂ വേദ, നീ 9ാമത്തെ ഗ്രന്ഥം സംരക്ഷിക്കണം. ഉടൻ എന്റെ കൂടെ വരൂ" എന്ന് പറയുന്നു. അങ്ങനെ വിഭ വിചിത്രമായി സംസാരിക്കുന്നത് കേട്ട് വേദയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. വിഭ വേദയെ എങ്ങനെയും ഹിമാലയത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് വേദയെ സമ്മതിപ്പിക്കുന്നതുവരെ ഹൈദരാബാദിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. അതുപോലെ ഒരു പ്രാവിൻ വഴി തന്റെ ഗുരുവിന് വേദയെ കണ്ടുമുട്ടിയ വിവരം ഒരു നോട്ടിൽ എഴുതി അയക്കുന്നു. അടുത്ത സീനിൽ 9 ഗ്രന്ഥങ്ങളും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന മഹാബീർ ലാമായിയെ കാണിക്കുന്നു. അവൻ 7ാമത്തെ ഗ്രന്ഥം സ്വന്തമാക്കാൻ പോയി ആ ഗ്രന്ഥം സംരക്ഷിക്കുന്ന എല്ലാവരെയും കൊന്ന് അവന്റെ മന്ത്രശക്തി കൊണ്ട് ആ പുസ്തകം എടുക്കുന്നു. ഇപ്പുറത്ത് വിഭ വേദയെ പിന്തുടർന്ന് എങ്ങനെയും വേദയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും കുറച്ച് ഗുണ്ടകൾ വന്ന് വേദയെ ആക്രമിക്കുന്നു. വിഭ വേദയെ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് പോകുന്നു. വിഭയെ കണ്ടതു മുതൽ വേദയ്ക്കൊരു പ്രത്യേക ഫീലിംഗ് തോന്നുന്നു. അതുപോലെ മെല്ലെ മെല്ലെ വിഭയെ സ്നേഹിക്കുന്നു. അടുത്ത ദിവസം വിഭയുടെ അടുത്ത് പോയി പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ വിഭവേദ പറയുന്നത് കേൾക്കാതെ അശോകനെ കുറിച്ചും 9 ഗ്രന്ഥങ്ങളെക്കുറിച്ചും പറയുന്നു. അവൾ പറയുന്നത് വേദയ്ക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. 9 ഗ്രന്ഥങ്ങൾ എന്താണ്, അശോകൻ എന്താണ്, ഈ പെണ്ണിന് വല്ല മാനസിക പ്രശ്നവുമുണ്ടോ എന്ന് അല്പം ഞെട്ടലോടെ വിഭയോട് പ്രപ്പോസ് ചെയ്യുന്നു. എന്നിട്ടും വിഭയുടെ മുഖത്ത് ഒരു ഭാവമാറ്റവുമില്ല. അവൾ വേദയെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. പക്ഷേ അവൻ സ്നേഹിക്കുന്നു. അതിനാൽ ഇപ്പോൾ അവനോട് എന്തു പറഞ്ഞു കൊണ്ടുപോകണമെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. അടുത്ത സീനിൽ ടിബറ്റിൽ ലാമായിയെ സഹായിക്കുന്ന പെൺകുട്ടിയെ കാണിക്കുന്നു. അവൾ 10 വർഷം കഷ്ടപ്പെട്ട് അംബികയെക്കുറിച്ചും 9ാമത്തെ ഗ്രന്ഥത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നു. ഇപ്പുറത്ത് വിഭ എങ്ങനെയും വേദയെ കൺവിൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. "നോക്കൂ വേദ, നീ ജനിച്ചതു മുതൽ നിനക്കറിയാതെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. നീ കഞ്ചാവിൽ മല്ലിയില വെച്ച് തിരിച്ച് ആ ഗുണ്ടയ്ക്ക് തന്നെ വിറ്റു. അതായത് നീ അറിയാതെ ഒരുപാട് കോളേജ് വിദ്യാർത്ഥികളെ സഹായിച്ചു. ഇതെല്ലാം നിനക്ക് നിന്റെ അമ്മയിൽ നിന്ന് കിട്ടിയ സ്വഭാവങ്ങളാണെന്ന് പറയുന്നു. എന്നിട്ടും വേദ വിശ്വസിക്കുന്നില്ല. "ഞാൻ മോഷ്ടിക്കുകയും സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വിൽക്കുകയും ചെയ്യും, അല്ലാതെ ഞാൻ ആരെയും സഹായിച്ചിട്ടില്ല" എന്ന് പറഞ്ഞ് അവൾക്ക് ലൈവായി കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഉടൻ ഒരു കാർ മോഷ്ടിച്ച് അതിൽ വിഭയെ ഇരുത്തിക്കൊണ്ടുപോകുന്നു. അപ്പോഴേക്കും കാറിന് പിന്നിൽ നിന്ന് ശബ്ദം കേൾക്കുമ്പോൾ ഡോർ തുറന്നു നോക്കിയപ്പോൾ 2 ചെറിയ കുട്ടികളെ കാണുന്നു. അവരെ ഒരാൾ തട്ടിക്കൊണ്ടു പോകുമ്പോൾ വേദ കാർ മോഷ്ടിച്ച് അവൻ അറിയാതെ കുട്ടികളെ രക്ഷിക്കുന്നു. സംഭവിച്ചതെല്ലാം കണ്ട ശേഷം വേദയ്ക്ക് അപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നു. അതുപോലെ വേദയ്ക്ക് നക്ഷത്രങ്ങളിൽ ആരോ അമ്പ് പിടിച്ചിരിക്കുന്നത് പോലെ കാണുന്നു. ഉടൻ വിഭ വേദയോട് മാന്ത്രിക മുദ്ര വെക്കാൻ പറയുന്നു. അങ്ങനെ ചെയ്താൽ നിന്റെ അമ്മയുടെ ഓർമ്മകൾ നിനക്ക് ഓർമ്മ വരുമെന്ന് പറയുന്നു. ഈ തവണ വേദ വിഭയുടെ വാക്കുകൾ വിശ്വസിച്ച് മാന്ത്രിക മുദ്ര വെക്കുന്നു. അപ്പോൾ വേദയ്ക്ക് അവന്റെ അമ്മയെ കണ്ട് ഒരു കാര്യം പറയുന്നു. "നോക്കൂ മകനെ, നീ എങ്ങനെയും മിറായിയെ സമീപിക്കണം. അതിനുശേഷം തന്ത്രവനത്തിലേക്ക് വന്നാൽ ഞാൻ നിനക്ക് പ്രത്യക്ഷമാകും" എന്ന് പറയുന്നു. അമ്മയുടെ ഓർമ്മകൾ കണ്ടപ്പോൾ വേദയ്ക്കെല്ലാം മനസ്സിലാകുന്നു. എങ്ങനെയും അവന്റെ അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നു. അടുത്ത സീനിൽ ലാമായി മൊറോക്കോയിലുള്ള 8ാമത്തെ ശബ്ദഗ്രന്ഥത്തിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെയുള്ള യോദ്ധാക്കൾ ആ ഗ്രന്ഥം സംരക്ഷിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നു. പക്ഷേ ലാമായിക്ക് മാന്ത്രിക ശക്തികൾ ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ 8ാമത്തെ ഗ്രന്ഥവും എടുക്കുന്നു. അങ്ങനെ 9ാമത്തെ ഗ്രന്ഥം കൂടി ലഭിച്ചാൽ അവൻ ദൈവമായി മാറും. അതുകൊണ്ടാണ് 9ാമത്തെ ഗ്രന്ഥം തേടി ആളുകളെ അയക്കുന്നത്. ടിബറ്റിലെ പെൺകുട്ടി അംബികയുടെ ആശ്രമത്തിൽ വന്ന് അവിടെയുള്ള ഗുരുവിനെ കൊല്ലുന്നു. അതുപോലെ ആശ്രമത്തിൽ ബാക്കിയുണ്ടായിരുന്ന അവസാനത്തെ പെൺകുട്ടി വിഭയെ തേടി ഹൈദരാബാദിലേക്ക് വരുന്നു. ഇപ്പുറത്തെ വിഭയ്ക്ക് അവരുടെ ഗുരു മരിച്ചെന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് അവൾ ഒരുപാട് കരയുന്നു. അപ്പോഴേക്കും ടിബറ്റിലെ പെൺകുട്ടി വന്ന് വിഭയെ കൊല്ലാൻ ശ്രമിക്കുന്നു. വിഭ അവിടെ നിന്ന് ഓട്ടി നേരെ വേദയുടെ അടുത്ത് വന്ന് വേദയെ കെട്ടിപ്പിടിച്ച് സംഭവിച്ചതെല്ലാം പറയുന്നു. "നോക്കൂ വേദ, എന്റെ ആശ്രമത്തിലുള്ള ഗുരുവിനെയും ഒരുപാട് പേരെയും ആരോ കൊന്നു. ഇപ്പോൾ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. അതുപോലെ ഒരു പെൺകുട്ടി എന്നെ കൊല്ലാൻ വന്നിരിക്കുകയാണ്" എന്ന് പറയുന്നു. അപ്പോഴേക്കും ആ പെൺകുട്ടി വന്ന് വിഭയെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ വേദ അവൾക്ക് സംരക്ഷണം നൽകി ആ പെൺകുട്ടിയോട് ഫൈറ്റ് ചെയ്യുന്നു. ടിബറ്റിലെ പെൺകുട്ടി വേദയെ ഒരുപാട് അടിച്ചു നിലത്തിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും വിഭ വേദയെ രക്ഷപ്പെടുത്തി 9ാമത്തെ ഗ്രന്ഥത്തെക്കുറിച്ച് ടിബറ്റിലെ പെൺകുട്ടിയോട് പറയാൻ സമ്മതിക്കുന്നു. അതുകൊണ്ട് ആ പെൺകുട്ടി വേദയെ കൊല്ലാൻ ശ്രമിക്കാതെ ഉപേക്ഷിച്ച് വിഭയെ കൊണ്ടുപോകുന്നു. വേദ ഉടൻ മാന്ത്രിക മുദ്ര വെച്ച് അവന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ കാണുന്നു.
അവൾ മിറായിയെ സമീപിക്കുന്ന ഒരു ചിഹ്നത്തെക്കുറിച്ച് പറയുന്നു. ആ ചിഹ്നം മുനി അംബികയുടെ ഗർഭത്തിലുള്ള വേദയുടെ മേൽ വെക്കുന്നു. സമയം വരുമ്പോൾ ആ ചിഹ്നം പുറത്തു വരുമെന്ന് പറയുന്നു. മുനി പറഞ്ഞതുപോലെ ഇപ്പോൾ ആ ചിഹ്നം വേദയ്ക്ക് കാണുന്നു. അവന്റെ നെഞ്ചിൽ ആ ചിഹ്നം കണ്ടപ്പോൾ ഉടൻ ആ ചിഹ്നം എന്താണെന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങുന്നു. ഒരുപാട് നേരം സെർച്ച് ചെയ്ത ശേഷം അതൊരു ചിഹ്നമല്ല, മിറായിയെ സമീപിക്കാനുള്ള ഒരു മാപ്പാണെന്ന് മനസ്സിലാക്കുന്നു. ഉടൻ മിറായിയെ തേടി നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നു. ഹിമാലയത്തിന്റെ അടുത്ത് പോയി ചുറ്റും നോക്കുന്നു. പക്ഷെ ഒന്നും കാണുന്നില്ല. അപ്പോഴേക്കും അവിചാരിതമായി ഒരു രഹസ്യ സ്ഥലത്ത് വീഴുന്നു. അവിടെ വെച്ച് വേദ മിറായിയെ കാണുന്നു. അതുകൊണ്ട് വേഗത്തിൽ പോയി അതെടുക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ഒരു വലിയ പക്ഷി വന്ന് വേദയെ ആക്രമിക്കുന്നു. യഥാർത്ഥത്തിൽ ആ പക്ഷി മിറായിയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. അതിനാൽ വേദ അത് കൊണ്ടുപോകാൻ വന്നതുകൊണ്ട് വേദയെ കൊല്ലാൻ ശ്രമിക്കുന്നു. വേദയ്ക്ക് അവന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്ന് ആ പക്ഷിയോട് ഫൈറ്റ് ചെയ്യാതെ അതിന്റെ നെറ്റിയിൽ കൈവയ്ക്കുന്നു. അതുകൊണ്ട് ആ പക്ഷിക്ക് വേദയുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാകുന്നു. ഉടൻ മിറായിയെ നൽകുന്നു. വേദ മിറായിയെ എടുത്ത് ആ സ്ഥലത്തു നിന്ന് പുറത്തേക്ക് വരുന്നു. വേദയെ കണ്ടപ്പോൾ അവിടെയുള്ള ഗ്രാമവാസികൾ വളരെ ഞെട്ടി വേദയെ നമസ്കരിക്കുന്നു. കാരണം വേദ പോയ സ്ഥലത്ത് ഒരുപാട് പേർ പോയി മരിക്കുന്നു. പക്ഷേ ആദ്യമായി ഒരു മനുഷ്യൻ പോയി ആ പക്ഷിയോട് ഫൈറ്റ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ എല്ലാവർക്കും വേദ ഒരു ദൈവത്തെ പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് എല്ലാവരും കൈകൂപ്പി നമസ്കരിക്കുന്നത്. അടുത്ത സീനിൽ CI അശോകനെ കാണിക്കുന്നു. അവൻ വേദയെയും കൂട്ടരെയും തേടിപ്പിടിക്കാൻ പ്ലാനുകൾ ഉണ്ടാക്കുന്നു. യഥാർത്ഥത്തിൽ വേദ കഞ്ചാവ് കച്ചവടം ചെയ്യുകയാണെന്ന് അശോക് കരുതുന്നു. അതുകൊണ്ടാണ് വേദയെ പിന്തുടരുന്നത്. ഇപ്പുറത്ത് വേദയുടെ അടുത്ത് അഗസ്ത്യമുനി വന്ന് അംബികയെക്കുറിച്ച് വേദയോട് പറഞ്ഞ് മിറായി എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയുന്നു. നോക്കൂ വേദ, നീ മിറായിയെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ മാത്രമേ അത് പ്രവർത്തിക്കൂ. അതുപോലെ മിറായി പ്രവർത്തിക്കണമെങ്കിൽ നീ സിദ്ധക്ഷേത്രത്തിലേക്ക് പോകണം എന്ന് പറയുന്നു. മറുവശത്ത് വിഭയെ ഒരുപാട് ടോർച്ചർ ചെയ്ത് 9ാമത്തെ ഗ്രന്ഥത്തെക്കുറിച്ച് ചോദിക്കുന്നു. പക്ഷേ അവൾക്ക് 9ാമത്തെ ഗ്രന്ഥത്തെക്കുറിച്ച് അറിയില്ലെന്ന് പറയുന്നു. അപ്പോഴേക്കും വിഭയുടെ അടുത്ത് ലാമായി വന്ന് അവന്റെ കഥ പറയുന്നു. വാസ്തവത്തിൽ ലാമായിക്ക് ചെറുപ്പത്തിൽ ഒരുപാട് അനീതികൾ സംഭവിക്കുന്നു. അവൻ ആദ്യം നല്ലവനായിട്ടാണ് വളരുന്നത്. പക്ഷേ ഒരു ദിവസം ലാമായിയുടെ അച്ഛൻ 2ാമതൊരു കല്യാണം കഴിക്കുന്നു. അതുകൊണ്ട് നാട്ടുകാർ ലാമായിയുടെ അമ്മക്ക് ഭൂതബാധയുണ്ടെന്ന് പറഞ്ഞ് അവൾ മരിക്കാൻ നാട്ടുകാർ കാരണമാകുന്നു. അവന്റെ അമ്മ മരിച്ചപ്പോൾ നാട്ടിലുള്ളവരെല്ലാം ലാമായി ഭൂതത്തിന് ജനിച്ചതാണെന്ന് പറഞ്ഞ് അവനെ ചീത്ത വിളിക്കുകയും അടിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും ലാമായി നാടിന് നന്മ ചെയ്യാൻ എവിടെയോ മലമുകളിലുള്ള വെള്ളം അവരുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ടും വെള്ളം ദൈവം അയച്ചതാണെന്ന് പറഞ്ഞ് എല്ലാവരും ദൈവത്തെ നമസ്കരിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ലാമായിക്ക് ദൈവത്തോട് വളരെ ദേഷ്യം വന്ന് ദൈവമില്ലെന്ന് പറഞ്ഞ് അവരുടെ നാട്ടിലുള്ള വിഗ്രഹം തകർക്കുന്നു. അതുകൊണ്ട് നാട്ടുകാർക്ക് വളരെ ദേഷ്യം വന്ന് ലാമായിയെ മരത്തിൽ കെട്ടിയിട്ട് കല്ലെറിയുന്നു. ഇതെല്ലാം കണ്ട ശേഷം ലാമായിക്ക് ദൈവത്തിലും ശാസ്ത്രങ്ങളിലും വിശ്വാസമില്ലാതെ പോകുന്നു. അതുപോലെ മെല്ലെ മെല്ലെ നാട്ടിലുള്ള എല്ലാവരെയും കൊല്ലുന്നു. അതുപോലെ നാടിന് തീയിട്ട് പോകുന്നു. ലാമായി അവന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം വിഭയോട് പറയുന്നു. യഥാർത്ഥത്തിൽ ലാമായി ഈ ഭൂമിയിലെ പകുതി പേരെ കൊന്ന് ബാക്കിയുള്ളവർക്ക് ദൈവമായി മാറിയ ശേഷം ഭരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവമായി മാറണമെങ്കിൽ ആദ്യം അവന് ശക്തികൾ വേണം. അതുപോലെ മരിക്കാതിരിക്കണമെങ്കിൽ അമൃതം വേണം. അതിനാൽ ശക്തികളും അമൃതവും ആ 9 ഗ്രന്ഥങ്ങളിലുള്ളതുകൊണ്ട് അവയെ സ്വന്തമാക്കാൻ വേണ്ടി എത്ര പേരെ വേണമെങ്കിലും കൊല്ലും. ഇപ്പോൾ വിഭ വേദയെക്കുറിച്ച് ലാമായിയോട് പറയുന്നു. എന്നിട്ടും ലാമായി വേദയെ ശ്രദ്ധിക്കുന്നില്ല. ആര് വന്നാലും 9ാമത്തെ ഗ്രന്ഥം ഞാൻ സമീപിക്കും എന്ന് പറയുന്നു. മറുവശത്ത് വേദരാമൻ ആദ്യമായി ആയുധം പിടിച്ച സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും അവിടേക്ക് ആ ടിബറ്റിലെ ലേഡി വന്ന് വേദയുമായി ഫൈറ്റ് ചെയ്യുന്നു. വേദയെ ഒരുപാട് അടിച്ച് വിഭയെയും കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും വേദയ്ക്ക് അഗസ്ത്യമുനി പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരുന്നു. എപ്പോഴാണോ മിറായിക്ക് നിന്റെ ലക്ഷ്യം മനസ്സിലാകുന്നത് അപ്പോൾ മിറായി നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ഉടൻ വേദ മിറായിയെ മുറുകെ പിടിച്ച് എന്റെ അമ്മയുടെ ലക്ഷ്യമാണ് എന്റെ ലക്ഷ്യം എന്ന് പറയുന്നു. അപ്പോഴേക്കും ആ മിറായിക്ക് ശക്തികൾ വരുന്നു. അതിനാൽ ആ മിറായി കൊണ്ട് എല്ലാവരെയും അടിച്ചിടുന്നു. ആ മിറായി ഓട്ടോമാറ്റിക്കായി വർദ്ധിച്ച് വേദയെ സഹായിക്കുന്നു. അതുപോലെ മിറായിയുടെ ശക്തി ഉപയോഗിച്ച് ആ ടിബറ്റിലെ ലേഡിയെ കൊല്ലുന്നു. അവിടെയുണ്ടായിരുന്ന വിഭക്ക് മുറിവേറ്റതുകൊണ്ട് അവൾ മരിക്കാറായി കിടക്കുന്നു. അപ്പോഴേക്കും മിറായി വിഭയുടെ കയ്യിൽ തൊട്ടപ്പോൾ അവരുടെ ശരീരത്തിലുള്ള മുറിവുകളെല്ലാം മാഞ്ഞു പോകുന്നു. സംഭവിച്ചതെല്ലാം കണ്ട ശേഷം മുനി പറഞ്ഞത് ഓർമ്മ വരുന്നു. മിറായിയെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ മാത്രമേ അത് പ്രവർത്തിക്കൂ എന്ന് മനസ്സിലാക്കുന്നു. അടുത്തതായി അവന്റെ അമ്മയെ കാണാൻ തന്ത്രവനത്തിലേക്ക് പോകുന്നു. അവിടെ അങ്കമബലി എന്ന മാന്ത്രിക സംരക്ഷകനുണ്ട്. അവന്റെ അടുത്ത് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ വേദ അവന്റെ കയ്യിലുള്ള മിറായി ഉപയോഗിച്ച് അങ്കമബലിയുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും പോലീസ് വന്ന് വേദയെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ ഒരു ബുള്ളറ്റ് പോലും വേദയ്ക്ക് കൊള്ളുന്നില്ല. അവന്റെ കയ്യിലുള്ള മിറായി വേദയ്ക്ക് സംരക്ഷണം നൽകുന്നു. അങ്കമബലി മായ ചെയ്ത് പോലീസുകാരെ അവിടെ നിന്ന് പറഞ്ഞുവിടുന്നു. അതിനുശേഷം വേദയെയും കൂട്ടരെയും തന്ത്രവനത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എത്തിയ ഉടൻ വേദ അവന്റെ അമ്മയെക്കുറിച്ച് അങ്കമബലിയോട് ചോദിക്കുന്നു. അപ്പോൾ അങ്കമബലി ഒരു കുട്ടിയെക്കുറിച്ച് പറയുന്നു. യഥാർത്ഥത്തിൽ ആ കുട്ടി മറ്റാരുമല്ല, ലാമായി. അന്ന് ലാമായി അവന്റെ നാടിന് തീയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴേക്കും അങ്കമബലി വന്ന് ലാമായിയെ കൊണ്ടുപോയി സ്വന്തം മകനെ പോലെ വളർത്തുന്നു. യഥാർത്ഥത്തിൽ അങ്കമബലിക്ക് ഒരു മകനുണ്ട്. എന്നിട്ടും ലാമായിയെ സ്വന്തം മകനെ പോലെ വളർത്തി അവനെ എല്ലാ തന്ത്രവിദ്യകളും പഠിപ്പിക്കുന്നു. അങ്ങനെ ലാമായി തന്ത്രവിദ്യ പഠിച്ച്
അവന്റെ നാട്ടിലുള്ള ആളുകളെ സഹായിക്കുന്നു. അത് കണ്ട് അങ്കമബലിക്ക് വളരെ സന്തോഷം തോന്നി. അവർ സംരക്ഷിക്കുന്ന തന്ത്രഗ്രന്ഥത്തിന് ലാമായിയെ സംരക്ഷകനായി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു. അങ്കമബലി അവന്റെ മകനും ലാമായിക്കും ഒരു പരീക്ഷ വെച്ച് അതിനുശേഷം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു. ആ പരീക്ഷയിൽ ലാമായി അവന്റെ ശക്തികൾ ദുരുപയോഗം ചെയ്യുന്നു. അതുകൊണ്ട് അങ്കമബലിക്ക് ദേഷ്യം വന്ന് തന്ത്രശാസ്ത്രത്തിന് അവന്റെ മകനെ സംരക്ഷകനായി തിരഞ്ഞെടുക്കുന്നു. അത് കണ്ടപ്പോൾ ലാമായിക്ക് അങ്കമബലിയോട് വളരെ ദേഷ്യം വന്ന് നാട്ടിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഉടൻ നാടിന്മേൽ ക്ഷുദ്രപൂജകൾ ചെയ്ത് മന്ത്രം ചൊല്ലിയ കങ്കണം കൊണ്ടുവന്ന് നാട്ടിലുള്ള എല്ലാവർക്കും കെട്ടുന്നു. അതിനുശേഷം അങ്കമബലിയുടെ മകനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് അങ്കമബലിക്കും നാട്ടുകാർക്കും ലാമായിയോട് വളരെ ദേഷ്യം വന്ന് ലാമായിയെ കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷേ ലാമായി മുൻകൂട്ടി അവർക്ക് കങ്കണം കെട്ടിയിരുന്നുവല്ലോ. അതിൽ മന്ത്രശക്തിയുള്ളതുകൊണ്ട് അവർ ഒരുതരം ട്രാൻസിലേക്ക് പോകുന്നു. അതുപോലെ അനങ്ങാതെ ഇരിക്കുന്നു. അങ്ങനെ അവർ മെല്ലെ മെല്ലെ മരണത്തിലേക്ക് അടുക്കുന്നു. പക്ഷേ അങ്കമബലിയെ മാത്രം ഒന്നും ചെയ്യുന്നില്ല. ലാമായി തന്ത്രശാസ്ത്രം പൂർണ്ണമായി പഠിച്ച് കൂടുതൽ ശക്തനാകാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴേക്കും ആ നാട്ടുകാരെ രക്ഷിക്കാൻ അംബിക വരുന്നു. ആ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകി മരിക്കുന്നു. അവൾ മരിച്ച് നാട്ടുകാരെ ജീവിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അവൾ ലാമായി ബ്ലാക്ക് മാജിക് ചെയ്ത കങ്കണമെടുത്ത് മഹാമുദ്ര വെച്ച് സ്വയം ബലി നൽകി കത്തിയമർന്നു മരിക്കുന്നു. അവൾ ഭാവി കണ്ടതുകൊണ്ട് നാട്ടുകാരെ സഹായിച്ചു. ഭാവിയിൽ അവളുടെ മകൻ വേദ വന്ന് 9ാമത്തെ ഗ്രന്ഥം സംരക്ഷിച്ച് ലാമായിയെ തടയുമെന്ന് അവൾക്ക് മുൻപേ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് മരിക്കുന്നത്. അംബിക മരിച്ച ശേഷം നാട്ടുകാർ സാധാരണ നിലയിലാകുന്നു. എല്ലാവരും രക്ഷപ്പെടുന്നു. അതുകൊണ്ടാണ് അവർ അംബികയുടെ വിഗ്രഹം അവരുടെ നാട്ടിൽ വെച്ച് എല്ലാ ദിവസവും പൂജിക്കുന്നത്. ഇപ്പോൾ അതേ വിഗ്രഹമാണ് വേദക്ക് കാണിക്കുന്നത്. വേദ അവന്റെ അമ്മയുടെ വിഗ്രഹത്തിന്റെ അടുത്ത് പോയി അവന്റെ അമ്മക്ക് വാക്ക് നൽകുന്നു. അമ്മ, അവൻ എടുത്ത ഗ്രന്ഥങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് അതിന്റെ സ്ഥലത്ത് വെക്കാം എന്ന് അവന്റെ അമ്മക്ക് വാക്ക് നൽകുന്നു. യഥാർത്ഥത്തിൽ 9ാമത്തെ ഗ്രന്ഥം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് വേദ 9ാമത്തെ ഗ്രന്ഥം തേടിപ്പോകുന്നത്. വേദയ്ക്ക് ചെറുപ്പം മുതൽ നക്ഷത്രങ്ങൾ സഹായിക്കുന്നു. ഇപ്പോഴും ഒരു നക്ഷത്രം വേദക്ക് വഴി കാണിക്കുന്നു. ഉടൻ നക്ഷത്രത്തെ നോക്കി മുന്നോട്ട് പോകുന്നു. അവിടെ ഒരു ഗുഹ കാണുന്നു. അതിന്റെ ഉള്ളിലേക്ക് പോയി നോക്കുന്നു. എന്നിട്ടും എവിടെയും കാണുന്നില്ല. അവിടെ ഒരു ദേവതയെ കണ്ടതുകൊണ്ട് ദേവതയെ നമസ്കരിച്ച്, അമ്മേ, ഞാൻ എന്റെ അമ്മയുടെ ആഗ്രഹം സംരക്ഷിക്കാൻ വേണ്ടിയാണ് വന്നത്, എനിക്ക് വഴി കാണിക്കൂ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും ആ ദേവത വഴി കാണിക്കുന്നു. അടുത്ത് ഒരു രഹസ്യ സ്ഥലത്ത് ആ ഗ്രന്ഥം ഉണ്ടായിരിക്കും. ഉടൻ അതിന്റെ ഉള്ളിലേക്ക് പോയി നോക്കുന്നു. അവിടെ 9ാമത്തെ ഗ്രന്ഥം ഉണ്ടായിരിക്കും. ആ ഗ്രന്ഥത്തിൽ തൊട്ടപ്പോൾ അവന്റെ അമ്മ വന്ന് അനുഗ്രഹിച്ചു പോകുന്നു. ഉടൻ ആ ഗ്രന്ഥമെടുത്ത് അങ്കമബലിയെ കാണിക്കുന്നു. അങ്കമബലി വേദക്ക് ഒരു ഞെട്ടിക്കുന്ന കാര്യം പറയുന്നു. നോക്കൂ വേദ, ലാമായി ഞങ്ങളുടെ നാടിനോട് ചെയ്തതുപോലെ ലോകത്തോടും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അവർ എല്ലാവരും അപകടത്തിലാണ്. നീയാണ് അവരെ രക്ഷിക്കേണ്ടത് എന്ന് പറയുന്നു. ഉടൻ വേദ അവരെ രക്ഷിക്കാൻ പോകുന്നു. അപ്പോഴേക്കും പോലീസുകാർ വന്ന് വേദയെ അറസ്റ്റ് ചെയ്ത് ട്രെയിനിൽ കൊണ്ടുപോകുന്നു. വേദയെ കൊല്ലാൻ ലാമായിയുടെ ആളുകൾ ട്രെയിനിൽ കയറുന്നു. വേദയെ അവരെ എല്ലാവരെയും അടിച്ച് ട്രെയിൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു ബ്രിഡ്ജിൽ ലാമായി ട്രെയിൻ ലൈൻ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ ട്രെയിൻ നിർത്തിയില്ലെങ്കിൽ ട്രെയിൻ ബ്രിഡ്ജിൽ നിന്ന് താഴെ വീണ് ഒരുപാട് പേർ മരിക്കും. അതിനാൽ വേദമിറായി ഉപയോഗിച്ച് ട്രെയിൻ നിർത്താൻ ശ്രമിക്കുന്നു. ഒരുപാട് ശക്തി ഉപയോഗിച്ച് നിർത്തിയതുകൊണ്ട് ട്രെയിൻ നിൽക്കുന്നു. ഒരുപാട് പേർ രക്ഷപ്പെടുന്നു. അതിനുശേഷം ലാമായിയോട് ഫൈറ്റ് ചെയ്യുന്നു. ലാമായി വേദയെ ഒരുപാട് അടിച്ച് ബ്രിഡ്ജിൽ നിന്ന് താഴെ തള്ളിയിടുന്നു. എല്ലാവരും വേദ മരിക്കുമെന്ന് കരുതുന്നു. പക്ഷേ മിറായിയെ സംരക്ഷിക്കുന്ന പക്ഷി വന്ന് വേദയെ രക്ഷിക്കുന്നു. വേദ ആ പക്ഷിയുടെ പുറത്തു കയറി താഴെ വരുന്നു. പക്ഷേ ലാമായി വിഭയുടെ അടുത്തുള്ള 9ാമത്തെ ഗ്രന്ഥമെടുത്ത് കൂടുതൽ ശക്തികൾ നേടുന്നു. ആ പുസ്തകത്തിലുള്ള ശക്തികളെല്ലാം അവന്റെ ശരീരത്തിലേക്ക് വരുന്നു. ഉടൻ ലാമായി വേദയടിച്ച് താഴെയിടുന്നു. അതിനുശേഷം ഒരുപാട് ജനങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നു. എത്ര പേർ ദൈവത്തെ നമസ്കരിക്കുന്നുണ്ടോ അവരെ എല്ലാവരെയും കൊല്ലാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴേക്കും വേദക്ക് അങ്കമബലി നൽകിയ കങ്കണം ഓർമ്മ വരുന്നു. യഥാർത്ഥത്തിൽ ആ കങ്കണം ലാമായി ചെറുപ്പത്തിൽ അങ്കമബലിയുടെ നാടിന്മേൽ ഉപയോഗിച്ച് നാട്ടുകാരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അതേ കങ്കണം വേദക്ക് നൽകി ജനങ്ങളെ രക്ഷിക്കാൻ പറയുന്നു. പക്ഷേ ഈ കങ്കണം ഉപയോഗിച്ച് ജനങ്ങളെ രക്ഷിക്കണമെങ്കിൽ ഒരാൾ ജീവൻ ത്യജിക്കണം. അതിനാൽ വേദയൊന്നും ആലോചിക്കാതെ അവന്റെ അമ്മയെപ്പോലെ തന്നെ ആ കങ്കണമെടുത്ത് മഹാമുദ്ര വെച്ച് ജനങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വേദമന്ത്രമുദ്ര വെച്ച് കത്തിയമരുമ്പോൾ മഴ പെയ്ത് വേദയെ സഹായിക്കുന്നു. അടുത്തതായി മിറായി തനിയെ ഉയർന്ന് വേദയുടെ അടുത്തേക്ക് വരുന്നു. അപ്പോഴാണ് നമുക്ക് മിറായി രാമൻ ഉപയോഗിച്ച കോദണ്ഡമാണെന്ന് മനസ്സിലാകുന്നത്. ഉടൻ രാമന്റെ കോദണ്ഡം ഉപയോഗിച്ച് ലാമായിയെ കൊല്ലുന്നു. ലാമായി മരിച്ചപ്പോൾ ജനങ്ങളെല്ലാവരും സാധാരണ നിലയിലാകുന്നു. അതുപോലെ രാമൻ വേദയുടെ കൂടെയുണ്ടെന്ന് ചെറുതായി ഒരു സൂചന നൽകുന്നു. അതുപോലെ കാശിയിലുള്ള ജനങ്ങൾക്ക് രാമന്റെ കോദണ്ഡം ദർശനം നൽകുന്നു. ഇവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കുന്നു. ഫ്രണ്ട്സ്, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് കമന്റ് ചെയ്യുക ഫ്രണ്ട്സ്.